ഹലോ ഗൈസ്, അപ്പം നമ്മൾ കുറച്ചധികം സ്കിൻ കെയർ പ്രോഡക്ട്സ് റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലത് 2-3 ദിവസം മുന്നേ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒരുപാട് സൺസ്ക്രീൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയണോ അതോ വേറെ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്, കാരണം അത് ഒരുപാട് എണ്ണം ഉണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്തിരി അധികം ലെങ്തി ആയി പോകും. എന്നാലും കുറച്ച് അത്യാവശ്യമുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ലുലുവിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഇത് ആക്ച്വലി എനിക്ക് വേണ്ടി മേടിച്ചതല്ല, ഇത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചൊരു സാധനമാണിത്. അക്വലോജിക്കയുടെ ഹൈഡ്രേറ്റ് സ്മൂത്തി ഫേസ് വാഷ് ആണ് ഈ ഒരു സാധനം. ഇതെനിക്ക് ഭയങ്കര കിടിലമായിട്ട് തോന്നി കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഫേസ് ഡ്രൈ ഒന്നും ആക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ ഭയങ്കര സോഫ്റ്റ് ആക്കി വെക്കുന്ന പോലെ തോന്നി. ഒരു രാവിലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ളൊരു ക്ലെൻസർ ആണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിലും അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന രീതിയിലൊരു ഫേസ് വാഷ് ആണ്. നമുക്ക് ഫേസ് ഡ്രൈ ആക്കുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് അത് പറയുന്നുണ്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണെന്നും ഹൈലറോണിക് ആസിഡും കോക്കനട്ട് വാട്ടറും ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ സാധനം ഇറ്റ് ഇസ് എ യെസ്. ഇനി പിന്നീട് ഇത് ഞാൻ കുറെ നാളെ ഒരു ഐ ക്രീം മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. എനിക്ക് അങ്ങനെ ഡ്രൈ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല. അപ്പം വലിയ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ബയോകൂളിന്റെ, അതിന് കാണുന്നുണ്ടോ? ഞാൻ ഈ കാണുന്നില്ല കഴിച്ച്, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എന്താണെങ്കിലും. ഇത് ബയോകൂളിന്റെ കഫെയിൻ പ്ലസ് വിറ്റമിൻ സി എച്ച് കോഫി അറേബ്യ കക്കഡു പ്ലം എവർഗ്ലൂ അണ്ടർ ഐ സീറം ആണ്. അപ്പം റെഡ്യൂസസ് ഡാർക്ക് സർക്കിൾസ് ആൻഡ് റെഡ്യൂസസ് പഫിനെസ് എന്നാണ് പറയുന്നത്. ഈ സാധനം എനിക്ക് എന്താ പറയുക, ഞാൻ ഒരു 2-3 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം എനിക്കൊരു ചെറിയ മാറ്റമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് കൊള്ളാമെന്ന്. കാരണം അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ കൊള്ളാം. എന്നാലും ഞാൻ യൂസ് ചെയ്തപ്പോഴേക്കും എനിക്കൊരു ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ പഫിനെസ് ഒക്കെ കുറഞ്ഞാൽ തോന്നി. കാരണം ലേറ്റ് നൈറ്റ് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉറക്കമൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. നേരെ ടൈം നിങ്ങളും അങ്ങനെ ആവരുത് കേട്ടോ. നിങ്ങൾ നേരെ ടൈമിൽ ഉറങ്ങണം. അപ്പം ഞാൻ മാക്സിമം ടൈമിൽ ഉറങ്ങാൻ നോക്കാറുണ്ട്. എന്നാലും അധികം അങ്ങനെ നല്ല ഉറക്കമൊന്നും കിട്ടാതിരിക്കുമ്പോൾ ചെറിയൊരു ഡാർക്ക് സർക്കിൾസ് ഒന്നും വരാറില്ല. അങ്ങനെ കാണാൻ വേണ്ടി ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല എനിക്ക്. പക്ഷേ ഈ സാധനം ഒരു പഫിനെസ് എനിക്ക് റെഡ്യൂസ് ചെയ്യുന്നാലേ തോന്നിയതാണ്ടേ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇതുപോലെ ഈ ഒരു തുള്ളി മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. 2 അണ്ടർ ഐയിലും ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അതിനായിട്ട് മസാജിയും പരിപാടിയൊന്നുമില്ല. ഇപ്പം ഞാൻ കയ്യിലൊന്ന് തേച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് അണ്ടർ ഐ ക്രീംസ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ മേടിച്ചൊരു സാധനം ബയോകൂളിന്റെ തന്നെ ഒരു ആന്റി ആക്നെ സിറം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനിക്ക് നല്ല രീതിയിൽ കുരു വരുന്ന സ്കിന്നാണ്. അതായത് നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതൊന്നും ഹാൻഡിൽ ചെയ്ത് വെക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും എനിക്ക് വേണം തോന്നി. ഞാൻ അത്യാവശ്യം സാലിസിലിക് ആസിഡും അതുപോലത്തുള്ള ആക്നെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നല്ല രീതിയിൽ നോക്കി വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് അത്യാവശ്യം ഒരാഴ്ച ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആക്നെ റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇതിനകത്ത് BHA AHA വില്ലോ ബാർക്ക് എക്സ്ട്രാക്ട് ഒക്കെ ഉള്ള നോ ആക്നെ സീറമാണ്. ആക്നെ ബ്ലെമിഷസും കൺട്രോൾ ചെയ്യുന്നതാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആക്നെ റെഡ്യൂസ് ചെയ്യുന്ന പോലെ തോന്നി. ബ്ലെമിഷസ് എനിക്ക് കുറച്ച് ടൈം യൂസ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും. അത്യാവശ്യം എനിക്ക് ഈ സാധനം നല്ലതാണെന്ന് തോന്നി കേട്ടോ. ഇത് കാണുന്നുണ്ടോ? അതെ, ഞാൻ എന്തായാലും കൊടുത്തേക്കാം സൈഡിലും. ഇതിന്റെ ലിങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കാരണം ഈ പ്രോഡക്റ്റ് അത്യാവശ്യം കൊള്ളാൻ കഴിച്ചു. ഇതിന്റെ ഒരു പരുവം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതെ, യെസ്. ഇത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന നൈറ്റ് ടൈമിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ഞാനൊരു 2 to 3 ഡ്രോപ്സ് അപ്ലൈ ചെയ്യും, മുഖത്ത് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടും. അത്രേ ചെയ്യുള്ളൂ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു സീറം ആയതുകൊണ്ട് തന്നെ നൈറ്റ് ടൈമിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആഴ്ചയിൽ ഞാൻ 3 തവണ അപ്ലൈ ചെയ്യും. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യത്തില്ല. കാരണം ഓവറായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തുള്ള സീറം, സാലിസിലിക് ആസിഡ് ആണെങ്കിലും കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇതൊക്കെ എക്സ്ഫോളിയേറ്റ്സ് ആണ്. അപ്പം നമ്മൾ ഒരുപാട് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ പണി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യാം. ഇത് ഡെയിലി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതും അണ്ടർ ഐ ക്രീം. ഈ അണ്ടർ ഐ ക്രീമും ഞാൻ ആക്ച്വലി ആഴ്ചയിൽ ഒരു 3 തവണ യൂസ് ചെയ്യത്തുള്ളൂ. അത് കൂടുതൽ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അതാണ് പറയുന്നത്, നിങ്ങൾ ഏത് അണ്ടർ ഐ ക്രീം ആണെങ്കിലും അത്രയും യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇനി
ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എങ്കിൽ കൂടി ഇതിനെക്കുറിച്ച് 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിന്റെ മണിമുത്താണ് കഴിച്ചത്. ഇത് കോട്രൽ യൂറിയ ക്രീമാണ്. 145 രൂപയാണ് മെഡിക്കൽ സ്റ്റോറിൽ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ഒരു പരുവം നല്ല മണം, നമ്മൾ അഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു മണമാണ്. ഞാൻ പറഞ്ഞാൽ എന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു മണമല്ല. ഞാൻ മിക്കവാറും ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ മണം വെച്ചിട്ട് പെർഫ്യൂം അടുപ്പിക്കും. കാരണം ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ള നമുക്ക് ഇങ്ങനെ തോന്നുന്നൊരു മണം ഉണ്ടാണ് ഇതിന്റെ ഒരു. കണ്ടോ, ഇതാണ് നമ്മുടെ ക്രീം. അപ്പോൾ ഈ ക്രീമിന്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കണ്ടോ, ഇതിടുമ്പോൾ തന്നെ ഒരു സ്കിന്നിലൊരു ഗ്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇത് നല്ല രീതിയിൽ വെന്റ് കയറലും, കാലിലെ വെന്റ് കയറലാണെങ്കിലും കയ്യിൽ ഈ നക്കിൾസിലുള്ള ഡാർക്ക്നെസ്സും അതൊക്കെ മാറ്റി സൂപ്പർ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഞാൻ നൈറ്റിൽ കാലിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു സോക്സ് ഇടും. അതായത് തിക്കായിട്ട് പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു സോക്സ് ഇട്ടിട്ട് കിടന്നോളൂ. രാവിലെ ഇങ്ങനെ പഞ്ഞിക്കൊട്ട പോലെ ഇരിക്കും കാലൊക്കെ. അപ്പൊ ഈ സാധനം വെരി ഗുഡ്. നമ്മൾ ഇപ്പം കയ്യിൽ ഇവിടൊക്കെ ഉണ്ടല്ലോ, ഇവിടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഭയങ്കര കിടിലമായിരിക്കും. ഗോ ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റെനയുടെ സ്നെയിൽ മ്യൂസിനാണ് ഗൈസ്. അപ്പം നമ്മൾ ഒരുപാട് സ്നെയിൽ മ്യൂസിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ നമ്മൾ ഇന്ത്യൻ സ്കിൻ ഇത്തിരി നല്ലതാണ് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് എത്ര 700 രൂപ അടുപ്പിച്ച് എന്തോ ഉണ്ടായിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് റെനയുടെ സ്നെയിൽ 99 മ്യൂസിനാണ്. 99% സ്നെയിൽ മ്യൂസിൻ ഫിൽട്രേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഉണ്ടോ ഇത് മറ്റേ ഇങ്ങനെ വലിയ സാധനം. 99% സ്നെയിൽ മ്യൂസിൻ ഫിൽട്രേറ്റ്. അത് മാത്രമല്ല ഒരുപാട് പേർക്ക് സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യുമ്പോഴേക്കും കുരു വരും. കാരണം ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിലും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ കുരു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഈ ഒരു ഐറ്റം കുരു റെഡ്യൂസ് ചെയ്യും ഗൈസ്. ഇതിനകത്ത് കുറേ നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്താ പറയാ, കുറെ നല്ല സാധനങ്ങളുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡും ഹൈലറോണിക് ആസിഡും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആക്നെ റെഡ്യൂസ് ചെയ്യാൻ ഇതെനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ കുറേ വീഡിയോസിലായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു വലിയ കുരു വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ ഉള്ള വലിയ സിസ്റ്റിക് ആക്നെ വരുമ്പോഴേക്കും അത് മാറാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും. അപ്പം എനിക്ക് ഈ സാധനം യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ പഫിനെസ് ഇങ്ങനെ കുറഞ്ഞ പോലെ തോന്നി. നല്ല രീതിയിൽ കുറഞ്ഞിപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ടോ, അത് ഫ്ലാറ്റായി. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ചൊറിഞ്ഞതിൻ്റെ ഒരു പൊക്ക മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സാധനം ആണ് തോന്നി. കാരണം ഇതിനകത്ത് അല്ലാതെ ഞാൻ എൻ്റെ പിമ്പിൾ പാച്ച് തീർന്നു പോയി. അപ്പം ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സാധനവും പിന്നെ നമ്മുടെ ഈ ആക്നെ സിറമാണ് യൂസ് ചെയ്തത്. എനിക്ക് ഈ സിറത്തിൻ്റെ ഒരു ബെനിഫിറ്റും ഇതിൻ്റെ കൂടെ ഗുണമായപ്പോഴേക്കും നല്ല രീതിയിൽ ആക്നെ റെഡ്യൂസ് ചെയ്തു. കാരണം ഇത് കൊള്ളാൻ കഴിച്ചു, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ സൺസ്ക്രീൻ ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്. കാരണം ഒരുപാട് സൺസ്ക്രീൻ മേടിച്ചിട്ടാണ്. പക്ഷെ എന്തായാലും കാണിക്കണം തോന്നി 2 സൺസ്ക്രീൻ കാണിച്ചു തരാൻ കഴിച്ചു. ഒന്ന് SPF 100. SPF 100 എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് SPF 100 സൺസ്ക്രീൻ ആണ്. എൻ്റെ കയ്യിലുള്ള പൈസ ഇട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ്. ബെയർ ബോഡിയുടെ SPF 100 സൺസ്ക്രീൻ. ഇതെല്ലാം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയിട്ടാണ് കേട്ടോ മേടിച്ചത്. ഇപ്പം എൻ്റെ കയ്യിൽ പൈസ വെറുതെ കളയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് പ്രോഡക്ട്സ് നല്ലത് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് SPF 100 ഉള്ള ഒരു സൺസ്ക്രീൻ ആണ് ബെയർ ബോഡിയുടെ. ഇത് അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെയില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ സ്കിൻ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആവുന്ന പ്രോഡക്ട്സ് പറയാന്നുള്ളത്. ഇതൊക്കെ അത്യാവശ്യം ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള മിക്ക എല്ലാ സൺസ്ക്രീനും എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആണ്. അപ്പം സൺസ്ക്രീനിന്റെ മാത്രമായിട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ. കാരണം ഇഷ്ടം പോലെ സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ട്, ചവറ് പോലെ. അപ്പം നമുക്ക് അതെല്ലാം വീഡിയോയിൽ ഇടാം. ഇത് കണ്ടോ, ഇത് നമുക്കൊരു വൈറ്റ് കാസ്റ്റ് തോന്നില്ല കേട്ടോ. ഇപ്പൊ ഈ ഒരു ബ്ലെൻഡ് ആവുന്നതിന് താമസമുള്ളൂ. ഇത്തിരി ഒന്ന് ടൈം എടുക്കാറുണ്ട് ഇത് ബ്ലെൻഡ് ആവാൻ. കണ്ടോ, പക്ഷെ ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴേക്കും ബ്ലെൻഡ് ആവുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല കണ്ടോ, പോയി അപ്പോഴേയും പോയി. എന്നാലും ഇത്തിരി ഒരു ക്രീമി ടെക്സ്ചർ ഉള്ളതാണ്. അതിന് വീർക്കുന്നൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം മാറ്റുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഇടുമ്പോൾ തന്നെ ഒരു മാറ്റ് ഫിനിഷ് തരുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഈ സാധനം കൊള്ളാം. SPF 100 ആണെന്നുണ്ട് ബെറ്റർ. ഇനി ഒരു മിനിറ്റ് സ്കൂൾ വരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു തന്നിട്ടിരുന്നത് SPF 100 ഉള്ള ഈ ഒരു സൺസ്ക്രീനെ പറ്റിയാണ്. ഇനി ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനും കൂടെ ഞാൻ കാണിച്ചുതരാം. ബാക്കി ഇഷ്ടം പോലെ സൺസ്ക്രീൻ ഇപ്പോൾ ഉണ്ട്.
എനിക്ക് കൊതിയാവുന്ന കൈസ് അതെല്ലാം കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തി ആയി പോകും എന്ന് കരുതിയിട്ടാണ് ഞാനത് കാണിക്കാത്തത്. എന്നാലും അത്യാവശ്യം എന്ന് കാണിച്ചു തരാം. ഇത് വിഷ് കെയറുടെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. നമുക്ക് ഈ ബോഡിയിൽ നല്ല രീതിയിൽ ടാൻ അടിക്കുന്നവർക്ക് ഈ സാധനം നല്ലതാട്ടോ. സാധനം അയ്യോ പോയി, എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഒരു ഇത് ഇത്തിരി തിക്കാണ്, പക്ഷെ അങ്ങനെ വലിയ തിക്കൊന്നുമല്ല. കണ്ടോ, ബ്ലെൻഡ് ആകുന്ന ബോഡി ലോഷൻ പോലെ ഉള്ളൂ. കണ്ടോ, ബ്ലെൻഡായി തീർന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, സെറമൈഡ്സ് ഉണ്ട്. സോ വെരി ഗുഡ്. കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ സാമ്പിൾ പാക്ക് ഞാൻ സ്മിറ്ററിനകത്തൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു വലിയ സാധനം മേടിച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഇതിന്റെ മണം ഒരു കയ്പുള്ള മണമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, സൺസ്ക്രീൻ അല്ലേ. ഇനി ഞാൻ 2 സാധനങ്ങൾ കാണിച്ചു. ഇത് നമ്മൾ മിനിസൂന്ന് മേടിച്ചൊരു ക്ലിപ്പാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് കൊള്ളാം. നമ്മൾ അമ്മ മേടിച്ചു തന്ന സാധനമാണ്. അതേപോലെ ഭയങ്കര വൈറലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള സാധനം, ഞാൻ നിവിയുടെ പീച്ച് ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കത് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു സാധനം ഞാൻ കുറേ കണ്ടു, കുറേ പേര് ഭയങ്കര റിവ്യൂ പറയുന്നതും ഒരു ലിപ് ഗ്ലോസും ആണ്. അപ്പം ഞാൻ ഈ സാധനം ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഷെയ്ഡ് ഇത്തിരി ഒന്ന് ഡാർക്ക് ആണോ എന്നൊരു സംശയം. പക്ഷെ അങ്ങനെ ഡാർക്കൊന്നും അല്ല പറയുന്നത്, ഒരു നല്ലൊരു എന്താ, അയ്യോ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല കഴിച്ചു. കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരെ. ഞാൻ ഒരു ലിപ് ബാമാണ് കഴിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനും പറ്റിയ ഒരു ഷെയ്ഡും കൂടിയാണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം ലിപ് ഗ്ലോസും ലിപ് ബാമൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. നല്ലൊരു ലിപ് ബാമുമാണ്, പ്ലസ് ഒരു ലിപ് ഗ്ലോസിന് എഫക്റ്റും തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മളിപ്പോൾ കറന്റ് മേടിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ. ഇനി ഒരുപാട് സാധനങ്ങൾ നമുക്ക് വരാനുണ്ട് ഗൈസ്. ഇത് ഇന്ന് കുറേ സാധനം വരും എന്ന് പറഞ്ഞാൽ ആമസോൺ നമ്മൾ ചതിച്ചിരിക്കുകയാണ്, ഇന്ന് ഡെലിവറി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വേറെ ഒരു ദിവസം വരുമ്പോഴേക്കും അത് ഫുൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഫുൾ കാണണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഒരു 2.5 മണിക്കൂറിന് വീഡിയോ ഒക്കെ ഇടാം. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാൻ മറക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.